അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെവിടെ നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ പ്രിൻ്റ് എഫ് സ്കാൻ എഫ് റീഡ് ചെയ്യുന്നിടം വരെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. നമുക്കിനിയും ഡാറ്റ ടൈപ്സ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്, പ്രിൻ്റ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് പല ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, സിയിലെ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, പിന്നെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കുറച്ചുകൂടി നല്ലപോലെ ഡീപ്പായിട്ട് പഠിക്കാം. അപ്പം നമ്മൾ ആദ്യമേ കവർ ചെയ്യാൻ പോകുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പം കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് ഫസ്റ്റ് ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പഠിക്കാൻ പോകുന്നത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ബേസിക്കലി ഞാൻ പറഞ്ഞുതരാം എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു കണ്ടീഷൻ നമ്മളപ്പം ഒരു ഇൻപുട്ടായിട്ട് കൊടുത്തു, ദെൻ ആ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ എന്താ ആക്ഷൻ സ്വീകരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിപ്പം കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്തെ ഫസ്റ്റത്തെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പം ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ യൂസ്ഡ് ടു ഡിസിഷൻ മേക്കിംഗ്. നമ്മളപ്പം ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യമേ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒറ്റ കണ്ടീഷൻ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 1 > 0 അല്ലെ 10 < 15 അങ്ങനെയുള്ള നമുക്കൊരു ഒറ്റ കണ്ടീഷൻ മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ട്രൂ ആണെങ്കിൽ മാത്രം കോഡ് വർക്കാ, അല്ലെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സിലോട്ട് അത് പോവും. അപ്പം നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളപ്പം ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞായിരുന്നു. നമ്മളപ്പം കണ്ണെന്ന് എടുക്കുക. ഓക്കെ, ഫയൽ ഫോൾഡർ നെയിം പ്ലീസ് ചൂസ് എ ഡിഫറെൻറ്റ് നെയിം. ഓക്കെ, എന്ന് കൊടുത്തു. അതിനകത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, CON എന്ന് തന്നെ വെച്ചിട്ട് നോക്കട്ടെ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. COND. ഓക്കെ, ഓക്കെ, നമ്മളപ്പം ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തോടെ കോപ്പി ചെയ്യുക. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ദെൻ ഇത്ര അങ്ങ് റിമൂവ് ചെയ്യുക. ഓക്കെ, അവിടെ ആ ഒരു രണ്ടിത് കടന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇഫാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇഫ് നമുക്കിവിടെ എയുടെ വാല്യൂ 10 എന്നും ബിയുടെ വാല്യൂ 20 എന്നും കൊടുക്കാം. ദെൻ ഇഫിനകത്ത് A > B, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പം അതിൻ്റെ ഒരു കാര്യം പറയാം. ഓക്കെ, പ്രിൻ്റ് എഫ് സെലക്ട് ചെയ്യുക. ഓക്കെ, പ്രിൻ്റ് എഫ് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എനെ പ്രിൻ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, എ ആണ്. എ ഡബിൾ കോട്ട്സ് എടുക്കുക. അതിനകത്ത് എ ലാർജ് അല്ലെങ്കിൽ ഇവിടെ ഒരു എ കൊടുക്കുക. ദെൻ ഇവിടെ ലാർജ് = നമ്മൾ മറ്റേ പ്രിൻ്റ് എഫിനകത്ത് എങ്ങനെ കൊടുക്കേണ്ടതെന്നുള്ള പഠിച്ചായിരുന്നു. ലാർജ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റി,
പെർസെൻറ്റേജ് ഡി ഒന്ന് റൺ ചെയ്ത് നോക്കൊക്കെ. ടെർമിനൽ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് വെച്ചാൽ Ctrl+Shift+ മറ്റിങ്ങനെ അപ്രോക്സിമേറ്റിന് നമ്മളൊരു വാല്യൂ കൊടുക്കത്തില്ല, ഒരു കേരളമായിട്ട് എസ് ഒക്കെ ഇങ്ങനെ കമത്തിയിട്ട് ആ എസ്കേപ്പ് ബട്ടൻ്റെ തൊട്ട് താഴെ പത്ത് ഞെക്കിയിട്ട് ഇപ്പോൾ സിയിലാണ് നിൽക്കുന്നത്. സിന്ന് CD പിന്നെ നമ്മളൊക്കെ എങ്ങോട്ടാണ് പോകേണ്ടത്? കണ്ടീഷൻ എൻ്റർ ചെയ്തു. It does not exist. ഓക്കെ, നല്ല സുട്ട് നോക്കട്ടെ. ഇത് കോപ്പി ചെയ്യുക. ഇവിടെ ഓക്കെ CONM എന്ന് കൊടുത്തായിരുന്നല്ലേ ഞാൻ. എൻ്റെ മുമ്പൊന്ന് CD. ഓക്കെ, നമ്മളതിനകത്തോട്ട് കയറി LS കൊടുക്കുക. LS കൊടുക്കുമ്പോൾ അതിനകത്ത് റിട്ടേണേ ഉള്ളൂ. അത് നമ്മൾ GCC വെച്ചിട്ട് കമ്പൈൽ ചെയ്യും. ഓക്കെ, COND.C ചെയ്ത് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെന്തുവാണ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഇങ്ങനെ വരുന്നത്? അത് കഴിഞ്ഞിട്ടുള്ളത് ./ എന്ത് ചെയ്യേ മെയിൻ ഫങ്ഷൻ കഴിഞ്ഞിട്ട് എന്തോ ഒരു ഇൻ ഫങ്ഷൻ മെയിൻ എക്സ്പെക്റ്റഡ് ഈ സംഭവം ബിഫോർ സെമിക്കോളൻ. ഇത് ഞാൻ ചെറിയ ലോജിക്ക് തെറ്റിച്ച് പോയി. ലോജിക്ക് തെറ്റിച്ചതിൻ്റെ അല്ല ഒരു ഇഷ്യൂ. ഞാൻ നോക്കട്ടെ. ഓക്കെ, കേരളി ബ്രാക്കറ്റ് എവിടെ കൊടുക്കണ്ട വിട്ട് കേരളി ബ്രാക്കറ്റ് കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്കതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്യുക. എററൊന്നും കാണിക്കുന്നില്ല ഇപ്പം. കറൻ്റ് എററില്ല, ലോജിക്കൽ എററാണ്. ഇപ്പം ഇത് സിൻടാക്സ് എറർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ലോജിക്കൽ എററാണ്. ഓക്കെ, എന്ത് ഇത്ര താമസിക്കുന്നേ? ക്ലോസ് ആക്കിയിട്ട് മിക്കവാറും ഓപ്പൺ ആക്കേണ്ടി വരുമായിരിക്കും. നല്ലൊരു പിടുത്തമുണ്ട്. അത് കഴിഞ്ഞു. പിന്നെ ഇനി ./.exe എടുക്കുക. എന്താണിത്? ഓക്കെ, large = 20. ഓക്കെ, ഇവിടെ എന്താ ശരിക്കും നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഈ B ഉണ്ടാകും. ഈ ബിയിൽ ആണ് ഫസ്റ്റ് നമ്മൾ വരിക. ബിയിൽ വന്നിട്ട് 20 > 10 ആണെന്ന് നോക്കുന്നു. ഓക്കെ, 20 > 10 ആണെന്നുണ്ടെങ്കിൽ ഇത് നടക്കുന്നു. ഓക്കെ, ഇനിയും നമ്മളിത് തിരിച്ചു കൊടുക്കുകയെന്ന് വെച്ചാൽ ഇവിടെ എയും ഇവിടെ ബിയും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രിൻ്റ് ആവും എന്നുള്ളത് നോക്കാം. ഒന്നുകൂടെ കമ്പൈൽ ചെയ്യുക. ഞാൻ മിക്കവാറും ഇത് ക്ലോസ് ആക്കിയിട്ട് ഓപ്പൺ ആക്കിയിട്ട് വരേണ്ടി വരുമെന്ന് തോന്നുന്നു.
അത്യാവശ്യം എനിക്ക് ഓക്കെ, ഇവിടെ എന്താണെന്ന് മനസ്സിലായോ? കാരണം ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും റൺ ചെയ്യണ്ടില്ല. ഓക്കെ, അപ്പം അതുകൊണ്ടാണ്. അപ്പം അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ ഇത് പ്രിൻ്റ് കൊടുക്കാം. ഹലോ എന്ന് കൊടുത്തു. ഓക്കെ, ഇതിനകത്ത് എററില്ല. കാരണം അവിടെ ഇപ്പം ഇവിടെ ഈ ഒരു പ്രിൻ്റ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ താഴെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം താഴത്തൊന്നും വർക്ക് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് എക്സിറ്റ് ആയി. അപ്പം നമ്മൾ നോക്കുക, ഞാൻ ഓഫാക്കിയിട്ട് കയറേണ്ടി വരും. ഓക്കെ, ഞാൻ നോക്കട്ടെ. ഇതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് ക്ലോസ് ആക്കിയിട്ട് ഞാൻ ഒരു കട്ട് കൊടുത്താൽ മതി. 2 റെക്കോർഡിംഗ് ആയിട്ട് കൊടുത്തിട്ട് സെറ്റാക്കാം. ഇവിടെ വരേണ്ടതാണിപ്പം. താമസിക്കുന്നു. ഓക്കെ, ഈ ഹലോ എന്നുള്ള വന്നുകൊണ്ട് ഇവിടെ നമ്മൾ പ്രിൻ്റ് കൊടുക്കേണ്ടുള്ള ഹലോ എന്നുള്ള വന്നു. ഇനിയും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കറക്റ്റ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ മുമ്പേ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അപ്പം ഈ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ കറക്റ്റായിട്ടുണ്ടായിരുന്നേ. അപ്പം അതിൻ്റെ അവിടെ നമ്മൾ ഈ പ്രിൻ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള വരും. ഇപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ലാർജ് 20 എന്നുള്ളതും കൂടെ വരും, കൂട്ടത്തിൽ ഹലോ എന്നും കൂടെ പറഞ്ഞിട്ട് വരും. സെയിം ലൈനിൽ തന്നെ വരും. കാരണം നമ്മളിവിടെ ന്യൂ ലൈൻ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ സെയിം ലൈനിൽ തന്നെ പ്രോഗ്രാം റൺ ചെയ്യും. പ്രോഗ്രാം അല്ല, ഔട്ട്പുട്ട് കിട്ടും നമുക്ക്. നല്ല ലാഗാണ്. എന്താ സംഭവം നോക്കട്ടെ. ഈ ഒരു ഔട്ട്പുട്ട് കൂടെ കിട്ടിക്കഴിഞ്ഞിട്ട് ക്ലോസ് ആക്കിയിട്ട് ഓപ്പൺ ആക്കി നോക്കണം. ഓക്കെ, കണ്ടോ ഹലോ പറഞ്ഞിട്ട് വന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഇഫ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഒരു 30 മിനിറ്റ് ആകും എല്ലാം തന്നെ ഒന്ന് കവർ ചെയ്യണം. ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ഉണ്ട്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പിന്നെ ഒരു സ്വിച്ച്. അപ്പം ഓക്കെ, ഇതാണ് ഒരു ഡയഗ്രം. ഞാൻ ചുമ്മാ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ വരുന്നു, കണ്ടീഷൻ ട്രൂ ആണോ നോക്കുന്നു. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ കോഡിൻ്റെ ഇൻസൈഡ് പോകുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എക്സിറ്റ് ആവുന്നു, ബാക്കിയുള്ള കോഡ് വർക്കാണ്. അതിനി തെറ്റാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പോകുന്നു. ഞാൻ കാണിച്ചില്ല 2 എണ്ണം വെച്ചിട്ട്, അതുപോലെ തന്നെയാണ് ഇവിടെ ഹാപ്പൻ ചെയ്യുന്നത്. ഇത് ആ ഒരു കർലി ബ്രാക്കറ്റിനകത്ത് കൊടുത്ത് ഇത് നമ്മൾ താഴെ കൊടുത്ത ഹലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണത്. അടുത്തത് നമ്മുടെ എൽസിഫിനകത്താണെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പം ലാഗില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് എവിടെ തൊടാനാണോ? ഇപ്പം ലാഗ് കാണൂല എന്ന് പ്രതീക്ഷയാണ്. Still like, hey bro, what happened bro? മൊത്തം ഒന്ന് ക്ലോസ് ആക്കിയിട്ട് വരും. കാരണം അത് എക്സിറ്റ് ആയി. എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഇനി ഓപ്പൺ ആക്കണം. കാരണം ഇതിനകത്ത് ലാഗ് വരത്തില്ല.
ഇല്ല, CP നൊന്നും അത്രയ്ക്ക് ഇതില്ല, പക്ഷെ ഇതെന്താണ് ഐ ഡോണ്ട് നോ വൈ. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. നമ്മൾ ഇതുവരെ നമുക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി കേട്ടോ. ഞാൻ മുമ്പേ റെക്കോർഡ് ചെയ്തു, പക്ഷേ അത് റെക്കോർഡായില്ല. കാരണം റെക്കോർഡായി കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ക്ലോസ് അടിച്ചപ്പോൾ സേവ് ചെയ്യാൻ പറഞ്ഞു. അപ്പം നമുക്ക് ഒന്നുകൂടെ തുടങ്ങാം. അപ്പം ഞാൻ ഇവിടെ 2 ഫയൽ എക്സ്ട്രാ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് എൽസിഫിൻ്റെ ഇത് മൊത്തം കളയട്ടെ. ഒന്നെന്ന് പറയുന്നത് എൽസിഫും രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എൽസിഫിൽ ആട്ടോ. ഓക്കെ, ഈ 2 പോർഷൻ നമുക്കിനി എടുക്കേണ്ടുള്ളത്. അപ്പം അത് ഞാൻ എടുക്കട്ടെ. ഇഫിൾസ്. ഓക്കെ, ഇഫിൾസാണ് സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ 1 ബ്ലോക്ക് എക്സിക്യൂട്ട് 1 ബ്ലോക്ക് ഇഫ് ട്രൂ ആൻഡ് അനദർ ഇഫ് ഫോൾസ്. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു ബ്ലോക്ക് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് മാത്രമേ എക്സിക്യൂട്ട് ചെയ്തോളൂ, മറ്റേത് സ്കിപ്പ് ചെയ്ത് വിടും. എന്നിട്ട് അങ്ങനെയല്ല, ഇപ്പം മറ്റേ ബ്ലോക്കാണ് ശരിയെന്നുണ്ടെങ്കിൽ അപ്പം മറ്റേ രണ്ടാമത്തെ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ടുള്ള ഇഫ് ഈ ഒരു സിമ്പിളിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലസ് എന്നാണ്. ഓക്കെ, മോഡുലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൈൻഡർ എത്രയാണെന്നുള്ളത്. ഓക്കെ, ആൻഡ് ഈവൻ. ഓക്കെ, നമുക്കറിയാം ഒരു സംഖ്യേനെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ ഈവനാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഓടാന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഇതായിട്ട് കൊടുത്തു നോക്കാം. ഓക്കെ, ഇതെന്ന് വെച്ചാൽ പുതിയ ആണ്, ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു, പക്ഷേ റെക്കോർഡായില്ല. ഓക്കെ, ആണ്. അപ്പോൾ ടാബ് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം വരും. ഞാനപ്പോൾ മുമ്പ് പ്രിൻ്റ് ചെയ്തിട്ടാണ്, ഞാനത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കളയുന്നില്ല. നമ്മൾ മാക്സിമം എനെ യൂട്ടിലൈസ് ചെയ്യുക. കാരണം നമുക്ക് ഇനിയും വൈപ്പ് കോഡിംഗ് ആണ് കൂടുതലായിട്ട് വരേണ്ടത്. ലോജിക്ക് ബിൽഡ് ചെയ്ത് വെക്കുക. നിങ്ങൾ ലോജിക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞിരുന്നതാണ്. ഓക്കെ, ലിമിറ്റഡ് ടൈമിൽ പെട്ടെന്ന് നമുക്കിത് കവർ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ പറയാം. ഓക്കെ, ഇൻറ്റ് A=10 B=20. ഓക്കെ, അത് മനസ്സിലായില്ലേ? എയിലോട്ട് 10നെ എടുത്ത് വെച്ചു, ബിയിലോട്ട് 20നെ എടുത്തിട്ട് വെച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് ഇഫ് B ഗ്രേറ്റർ ദാൻ A എന്ന് വെച്ച് കഴിഞ്ഞാൽ എനേക്കാളും വലുതാണ് ബി എന്നുണ്ടെങ്കിൽ, അതായത് 20നേക്കാളും വലുതാണ് എ, അത് നമുക്കറിയാം. അപ്പം ലാർജസ്റ്റ് ഈക്വൽ ടു ബി എന്നും ആൻഡ് ഒരു മാതിരി ഇതായല്ലോ. ഓക്കെ, ആൻഡ് അതല്ല എന്നുണ്ടെങ്കിൽ എൽസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം എയിനെക്കാളും വലുതല്ല ബി എന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ എ ആണ് വലുതെന്നല്ല. അപ്പം നമ്മൾ ലാർജ് ഈക്വൽ ടു എന്നുള്ളതിലോട്ട് പോകും. എന്നിട്ട് നമ്മൾ ടെർമിനൽ എടുക്കുക, ഓപ്പൺ ചെയ്യുക, റൺ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാനിപ്പം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് GCC കൊടുക്കുന്നു. നോ സച്ച് ഫയൽ. വൗ, വെച്ചിട്ടായി. ഓക്കെ, ഞാൻ ഇത് റീസ്റ്റാർട്ട് ചെയ്തായിരുന്നു മുമ്പേ, മറ്റേ പഴയൊരു ഇഷ്യൂ ഉള്ളതാണ്. അപ്പം നമുക്ക് അതിലോട്ട് പോയി GCC LCF കൊടുത്തു. ഓക്കെ, ഇനി അതിൻ്റെ റൺ ചെയ്ത് നോക്കുക. ആ കമ്പൈൽഡ് ഫോമിന് ഇനി നോക്കുന്നു. ലാർജർ ഈക്വൽ ടു 20 നമ്മൾ ഉണ്ടെന്ന്. ഓക്കെ, ഇനി നമ്മൾ അതർവൈസ് നമ്മളിപ്പം ഇവിടെ ഈ ബ്ലോക്കാണ് വർക്കായത്. ഇതിപ്പോൾ തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് വർക്കാം. ഓക്കെ, ഇപ്പോൾ അതിന് പകരം നമുക്ക് ഇൻപുട്ട് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, പ്രിൻ്റ് എഫ് കണ്ട ഓട്ടോമാറ്റിക്കലി അത് വന്നോളും. പിന്നെ തൊട്ട് താഴെ അത് തന്നെ വന്നു. സ്കാൻഎഫിൻ്റെ ഒക്കെ തന്നെ വരുന്നുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. തന്നെ 2 വാല്യൂ റീഡ് ചെയ്യുന്ന പോലെ വന്നു. നമ്മളപ്പം ഒന്ന് കമ്പൈൽ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക, റൺ ചെയ്ത് നോക്കുക. ഫസ്റ്റ് നമ്പർ അടിക്കാൻ വന്നു, 10 കൊടുത്തു. സെക്കൻഡ് നമ്പർ ഇപ്പം ഒരു 9 കൊടുക്കുക. ഓക്കെ, 9 കൊടുക്കുക. ലാർജസ്റ്റ് ഈക്വൽ ടു 10 നമ്പർ കിട്ടുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ എൽസിഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അതായത് ആദ്യത്തെ ബ്ലോക്ക് വരുന്നു, ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ചെക്ക് ചെയ്ത് അത് ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൽസ് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്ക് പിന്നെ നോക്കത്തില്ല. ഇനിയും ഇത് തെറ്റാണെന്നുണ്ടെങ്കിൽ എൽസിലായിരിക്കും പ്രിൻ്റ് ചെയ്ത് അല്ലെ അവിടുത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം വേറൊരു രീതിയിൽ നമുക്ക് നോക്കാം. പ്രിൻ്റ് എഫ് കൊടുക്കുന്നു. അങ്ങനെയൊക്കെയാണ്. പ്രിൻ്റ് എഫിനകത്ത് നമ്മൾ
എയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, എ എന്ന് കൊടുക്കുന്നു, പെർസെൻറ്റേജ് മോഡുലസ് ഡി കൊടുക്കുന്നു, എന്നിട്ട് എ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നു. ഓക്കെ, നമ്മൾ ഈ എൽസിൻ്റെ വെളിയിലാണ് ഇതിടേണ്ടത്. ഓക്കെ, എൽസിൻ്റെ വെളിയിൽ കൊണ്ടുവന്നിട്ട് ഇതിടുന്നു. ഇവിടെ ഇതിങ്ങനെ കടന്നാൽ മതി പോരാ. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ എ പ്ലസ് പ്ലസ് എന്ന് കൊടുത്തു, എ = A+1 എന്നുള്ള ഒരു ഇത് കൊടുത്തു. എയിലോട്ട് ഒന്ന് കൂട്ടിയിട്ട് വെക്കുന്നു. പഠിപ്പിച്ചാണല്ലോ. യൂണറി ഓപ്പറേറ്ററും ഞാൻ പഠിപ്പിച്ചില്ലായിരുന്നു, അതോ പഠിപ്പിച്ചായിരുന്നു എനിക്ക് ഉറപ്പില്ല, അതുവെച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, A++, A-, എടുക്കും. ഓക്കെ, നമുക്കിവിടെ യൂണറി ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ ഒന്ന് കൂട്ടാനായിട്ട്, അതായത് ഒറ്റ ഓപ്പറേറ്ററെ കാണത്തുള്ളൂ. ഇവിടെ നമുക്ക് എന്താ മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒറ്റ ++അല്ലേ ഉള്ളൂ, ഒറ്റ ഓപ്പറേറ്റും യൂണറി ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഓപ്പറേറ്ററും അതേപോലെ തന്നെ ഒറ്റ ഓപ്പറൻ്റ് ഉള്ളൂ. ഓക്കെ, എൻ്റെ പിന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നിട്ട് 2 നമ്പർ വരെ നമ്മൾ 1 നമ്പർ റീഡ് ചെയ്യുന്നു, 2 2 എന്നുള്ള എൻ്റർ നമ്പർ എന്താക്കുന്നു. ഓക്കെ, ഇവിടെ അത് ഇപ്പം നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ കുഴപ്പമില്ല. അപ്പം നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A=0 ആണെന്നുണ്ടെങ്കിൽ മാത്രം എയുടെ വാല്യൂ ഒന്ന് കൂട്ടുക. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ കുറയ്ക്കുക. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. എവിടെയാണ് മെയിൻ ഫങ്ഷൻ്റെ ഇത്തല്ലോ, ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് എവിടെ ക്ലോസ് ചെയ്യുന്നുള്ളത് നമുക്കറിയാൻ പറ്റുമേ. ഇതിൻ്റെ ഇവിടെ ക്ലോസ് ചെയ്തു, ഇതിൻ്റെ ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു കോളം കൂടി. ഓക്കെ, ഇപ്പം ഓക്കെ 1 കൊടുക്കാം. 1 കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കുറച്ചിട്ട് എയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്ത് 0 ആക്കി. ഓക്കെ, നമ്മളതിലിപ്പം 5 കൊടുത്താൽ 4 എന്നുള്ള കിട്ടും. ഇനിയും ഒരു -4 കൊടുത്താലോ -5 എന്നുള്ള വാല്യൂ ആണ് വരുന്നത്. അതായത് ഒന്ന് കുറച്ചു, -4ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ -5. ഇനിയും ഇവിടെ നമ്മൾ 0 എന്ന് കൊടുത്തു. 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് 1 ആക്കി വെക്കും. കാരണം ഒരിക്കലും 0 വരാത്തൊരു ഭാഗമുണ്ടല്ലോ, അവിടെ വരുമ്പം നമ്മളിങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്തൊന്ന് വിടുക. ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും 0 വരരുതാണ്. അപ്പം 0 വന്നു കഴിഞ്ഞാൽ അതിനെ പിടിച്ചങ്ങ് 1 ആക്കി ഇട്ടേക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് പുറകിലോട്ട് ഇടാം. അപ്പം നമ്മൾ ആ ഒരു സമയത്തിനനുസരിച്ച് നമ്മൾ ചെയ്യാം. അപ്പം ഇത് കഴിഞ്ഞു, ഞാനൊന്ന് കണ്ടുപിടിച്ചു വിട്ടെ. അതൊരു വൃത്തിക്ക് കിടക്കണമല്ലോ. ഓക്കെ, ഐ തിങ്ക് ഇത് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. നോക്കട്ടെ. എന്തായാലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓക്കെ ഓക്കെ, ഇവിടെ വാല്യൂ ഞാൻ കൊടുത്തിട്ടില്ല, നമ്മൾ എൻട്രി എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടില്ല ഇവിടെ, അതുകൊണ്ടാണ് ഇഷ്യൂ വന്നത്. ഓക്കെ, ഇപ്പം എല്ലാം ശരിയായി. ഇനിയും ഇതൊന്നും അല്ലാതെ എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത്. ഓക്കെ, എൽസ് ഇഫ് ലാഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 10-15 കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. ഇപ്പം 1 കൊടുത്തു കഴിഞ്ഞാൽ മൺഡേ ആണ്, ഓക്കെ സൺഡേ ആണോ മൺഡേ ആണോ ട്യൂസ്ഡേ ആണോ എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത് എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനേഷൻ എന്ന് വെച്ചാൽ യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ കണ്ടീഷൻസ്. ഓക്കെ, മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വരുന്ന അടുത്താണ് നമ്മളിത് കോമൺലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് പോസിറ്റീവ് നെഗറ്റീവ് 0, അതായത് ഒന്നെങ്കിൽ 0 വലുതാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ്, 0 ചെറുതാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ്, അല്ലെന്നുണ്ടെങ്കിൽ 0. ഇത് നിങ്ങൾ ചെയ്ത് കോഡ് ചെയ്ത് നോക്കുക. അതിന് വരെ ഞാൻ വേറെണ്ണം ഇപ്പം അടുത്ത നമുക്ക് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ചാണ്. അപ്പോൾ സ്വിച്ചിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കിനേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഓക്കെ സ്വിച്ചിൻ്റെ എവിടെയും സെയിം
ഒരു സാധനം തന്നെ ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടെണ്ണം. പിന്നെ ഓക്കെ, നമ്മളിത് റീഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനിയും നമ്മൾ വീക്കല്ല, ഗ്രേഡ് വേണം. ABCD എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രേഡ് നോക്കാം. ഓക്കെ, അല്ല വേണ്ട, വീക്ക് തന്നെ. ഓക്കെ, ഇപ്പം ഞാനിതിപ്പം എന്തായാലും ഇതിപ്പം ടൈപ്പ് ചെയ്യട്ടെ. എൽസിഫ് ഇത്രയും വരെ കൊടുത്തു. എയുടെ കാര്യം കൂടെ നമുക്ക് നോക്കാം, എങ്ങനെ വരും എ എന്നുള്ളതൊക്കെ. ഇവിടെ സൺഡേ എന്ന് കൊടുക്കാം. സൺഡേ എന്ന് കൊടുത്തു. ഓക്കെ, നമ്മൾ ഇതിനിങ്ങനെ ഒന്ന് സെലക്ട് ചെയ്ത് ഇവിടെ മൺഡേ എന്ന് കൊടുത്തു. ഓക്കെ, ഡേ 2 ആണെന്നുണ്ടെങ്കിൽ, അല്ല A2 ആണെന്നുണ്ടെങ്കിൽ സൺഡേ മൺഡേ. ഓക്കെ, നമുക്കൊന്ന് കോപ്പി ചെയ്യാം. കോപ്പി 1 ട്യൂസ്ഡേ, വെനസ്ഡേ, ഫ്രൈഡേ. ഓക്കെ, എല്ലാം വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ടൈപ്പ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇനിയും ഇവിടെ ഏതാണ് ഉണ്ട്. ഓക്കെ, അവിടെ നമുക്ക് ടാബ് അടിച്ച് വിട്ടാൽ മതി. ട്യൂസ്ഡേ വന്നു, കണ്ടോ, ഓട്ടോമാറ്റിക്കലി കൊള്ളാം കേട്ടോ, നല്ല പണി. കണ്ടോ, തന്നെ വരുന്നടാ. കണ്ടോ, തേഴ്സ്ഡേ, ഫ്രൈഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഓക്കെ, ഇത് എത്രയായി? ഓക്കെ 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 ഇവിടെ ഒന്നും അറിയില്ലല്ലോ. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് റഫായിട്ട് നോക്കിയിട്ട് വരാം. ഫസ്റ്റ് എൻ്റെ നമ്മൾ ഒരു എന്ന് പറയുന്നൊരു ഇൻറ്റീജർ വാല്യൂവിനെ ഡിക്ലെയർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ നമ്പർ സ്കാൻഎഫ് പെർസെൻറ്റേജ് ആമ്പർസാൻഡ്. ഓക്കെ, ആമ്പർസാൻഡ് വെച്ചിട്ട് നമ്മളതിനെ കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് A = 1. ഓക്കെ, എയുടെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ സൺഡേ, എയുടെ വാല്യൂ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എയുടെ വാല്യൂ 1 ആണെന്നിരിക്കട്ടെ. ഇപ്പം ഇവിടുന്ന് ഇവിടെ വരെ ഉള്ളതും ക്യാൻസലായി അങ്ങ് പോകും. ഇത്രയും. ഇനിയും അതുപോലെ തന്നെ എയുടെ വാല്യൂ 2 ആണെന്നുണ്ടെങ്കിൽ മൺഡേ വരും, 3 ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും, വെനസ്ഡേ വരും, 4 ആണെന്നുണ്ടെങ്കിൽ, പിന്നെ 6 ഫ്രൈഡേ വരും, സാറ്റർഡേ വരും 7. പിന്നെ ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഈ ഇത്ര എണ്ണത്തിലല്ല എന്നുണ്ടെങ്കിൽ ഇൻവാലിഡ് ഇൻപുട്ട് നമ്മളിട്ട് കാണിക്കണം. ഓക്കെ, അപ്പം നമ്മളിത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ക്ലിയർ ചെയ്തിട്ട് ഏതാ എൽസിഫിലാട്ടെന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കുന്നു. റൺ ചെയ്യുക. അപ്പം എന്തെങ്കിലും ഒരു വാല്യൂ ചോദിക്കുന്നു, 3 കൊടുക്കുന്നു, നമുക്ക് ട്യൂസ്ഡേ കിട്ടുന്നു, കറക്റ്റാണ്. നമുക്കിനിയിപ്പം 5 6 കൊടുക്കാം. ഫ്രൈഡേ എന്ന് കിട്ടി. ഓക്കെ, പ്രോഗ്രാം കറക്റ്റാണ്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 103 കൊടുക്കുന്നത് ഇൻവാലിഡ് കറക്റ്റ് വരുന്നു. ഓക്കെ, അപ്പം എത്രയേ ഉള്ളൂ എൽസിഫിലാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൂടുതൽ കണ്ടീഷൻസിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൽസിഫിലാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ടൈമുണ്ടെന്ന്, സ്വിച്ച് ഡോട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ, ശരിയാണ്. നേരത്തെ എനിക്ക് ഇവിടെ ആയിട്ട് ശരിയാണ്. ഇവിടെ നമ്മൾ ഹാഷ്ടാഗ് ഇൻക്ലൂഡ് stdio.h ആൻഡ് അടുത്തായിട്ടുള്ള എന്തായിരുന്നു വോയിഡ് മെനു. ഇതിവിടെ കിടക്കട്ടെ. ഓക്കെ, എന്നിട്ട് ഇത്രയും കളയാം. റിട്ടേൺ 0.
കൂടെ വോയിഡ് മീൻ ആക്കാം. ഓക്കെ, വോയിഡ് മീൻ. ഓക്കെ, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, അതുകൊണ്ടാണ് അറിയാവുന്നതൊക്കെ. നമുക്കത് ഇപ്പം വേണ്ടി ഇത്രയുള്ള ഒരു പെട്ടിക്കകത്ത് നടക്കുന്നതെന്നു വെച്ചാൽ ഈ ഒരു മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് എന്തൊക്കെ നടക്കുമെന്നുള്ള ഫംഗ്ഷനിലോട്ട് ഇപ്പോൾ വരുന്നില്ല. ഇതിനകത്ത് നമ്മൾ ചുമ്മാ ബേസിക് ആയിട്ട് എന്തൊക്കെ ചെയ്യുന്നുള്ള പെട്ടിക്കകത്ത് നിന്ന് വെളി ഇറങ്ങുമ്പോഴത്തേനും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആകും. അപ്പം അതിൻ്റെ മുമ്പേ കുറച്ച് ബേസിക്സ് നമ്മൾ അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ പെട്ടിയുടെ വെളി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ എന്താണ് അകത്ത് നടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് നല്ലപോലെ ബോധം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, നമ്മൾ അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച്. അടിപൊളി. ഫയൽ നെയിം വെച്ചിട്ട് തന്നെ സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊണ്ടുവന്നു. ഓക്കെ, ഇത് മതി, ഇത് തന്നെ ധാരാളം. സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് ചുമ്മാ ടെക്സ്റ്റിന് വേണ്ടിയിട്ടൊന്ന് വെച്ച് നോക്കിയിട്ട് വരുന്നു. യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ ചോയ്സസ്. സെയിം എൽസിഫ് അതിന് തന്നെയായിരുന്നു, എൽസിഫ് ലാഡറോ അതിന് തന്നെയായിരുന്നു. സ്വിച്ചിനോട് നമ്മളൊരു സ്വിച്ച് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് ഉണ്ട്. കീവേഡിനകത്ത് നമ്മൾ ആ ഒരു വാല്യൂ ഇൻസെർട്ട് ചെയ്യണം. ഓക്കെ, ഒരു പാരാമീറ്റർ നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ കേസ് വെച്ചിട്ട് ഓക്കെ, ഓരോ കേസായിട്ട് കേസ് 1 കേസ്, രണ്ടാമത്തെ കേസ്. ഈ ഇഫിൻ്റെ ആ ഒരു എൽസിഫ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നതിന് വരെ കേസായിട്ട് കൊടുത്തേക്കുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. പിന്നുള്ള ലൂപ്പാണ്. ലൂപ്പ് കഴിഞ്ഞിട്ട് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡുവൽ ലൂപ്പ്. ഇത് ഇത്രയാണ് അടുത്ത വീഡിയോയിൽ. പിന്നെ അറേ വരുന്നു. അറേ സ്ട്രക്ചർ വരെ ഉള്ളൂ. പോയിൻ്റർ എടുക്കുന്നില്ല, കാരണം പോയിൻ്റർ എടുക്കുന്നത് നമുക്ക് ഡാറ്റ സ്ട്രക്ചറിൻ്റെ എടുക്കുമ്പോൾ പോയിൻ്ററിൻ്റെ എടുക്കും അങ്ങോട്ടേ ആവശ്യമായിട്ടുള്ളൂ. ഞാനിപ്പം ഒരു 10, എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടർ സയൻസിൽ 10 പഠിക്കുന്നവർക്കുണ്ടെന്നു. ബേസിക് സിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിനി CPP, അതായത് +1 +2 പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതത്രയാണ്. പിന്നെ പൈത്തണിൻ്റെ ജസ്റ്റ് ഒന്ന് ബേസിക്കും, ജാവയുടെ ബേസിക്കും, അങ്ങനത്തെ കുറച്ച്, പിന്നെ HTML വെച്ചിട്ട് എങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കാന്നുള്ളതിൻ്റെ ചെറിയൊരു ബേസിക്കും, അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ചെറിയൊരു ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ചെറിയൊരു ബേസിക്ക് എല്ലാം കൂടെ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമുക്ക് കോറിലോട്ട് പോകാം. അത് കഴിഞ്ഞിട്ടൊക്കെ ഡാറ്റ സ്ട്രക്ചറിനൊക്കെ വരത്തുള്ളൂ. അപ്പം PHP എടുക്കണം. മറ്റേ ഈ HTML എടുക്കുമ്പോൾ PHPയുടെ കൂടെ നമുക്ക് എടുത്ത് വിടാം. MySQL കൂടെ എടുത്തിട്ടൊന്ന് ഇട്ടേക്കാം. ഓക്കെ, അപ്പം ഇതാണ് കോഡ്. ഇപ്പം നമുക്ക് നോക്കാനായിട്ട് ഇട്ടെ. ഓക്കെ, ഇതെടുത്ത് കളഞ്ഞിട്ട് ഇത് ഒതുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഒതുക്കി വെച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഓക്കെ, ആദ്യമേ ഒരു ഇൻറ്റിജർ വാല്യൂവിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് എൻ്റർ ചെയ്യാനായിട്ടുള്ളൊരു 2 സംഭവം കൊടുക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വിച്ച് നമ്മൾ കോൾ ചെയ്യുന്നു. ഓക്കെ, സ്വിച്ച് ഒന്ന് കോൾ ചെയ്യുന്നു. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ മോഡിഫൈ ചെയ്യാനുള്ള ആപ്പ് ഉണ്ട്. ഓക്കെ, അതല്ല, സ്വിച്ച് എന്ന് കൊടുക്കുന്നു. സ്വിച്ചിനകത്തോട്ട് നമ്മൾ എന്ന് പറയുന്നൊരു വാല്യൂവിനെ വിടുന്നു. അതായത് ഇപ്പോൾ ഒരു 10 ഇരിക്കട്ടെ, 10 നമ്മൾ അകത്തോട്ട് വിടുന്നു. 10 ഒരു 3 ഇരിക്കട്ടെ. നമുക്ക് ഇതിനകത്തുള്ള കൊടുക്കാൻ 10 കൊടുത്താലും വർക്കാവും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ 3 കൊടുക്കുന്നു. അപ്പം കേസ് വരുന്നു. 1 ആണോന്ന് ചെക്ക് ചെയ്യുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ആവുന്നു. ഓക്കെ, 2 ആണോ നോക്കുന്നു. 1 ആണോ നോക്കുന്നു. അപ്പോൾ ഇതിനകത്തോട്ട് കയറത്തേ ഇല്ല. ഇനി 2 ആണോ നോക്കുന്നു. അപ്പോൾ ഇതിനകത്തോട്ട് കയറത്തേ ഇല്ല. 3 ആണോ നോക്കുന്നു. ആണെന്നറിയുന്നു. *3 കൊടുക്കുന്നു. *3 കൊടുത്തിട്ട് ഈ മൊത്തം ഈ സ്വിച്ച് എന്ന് പറയുന്ന ഈ ഒരു ബ്രാക്കറ്റിനകത്തുനിന്ന് വെളിയിൽ ഇറങ്ങാനായിട്ട് നമ്മൾ ബ്രേക്ക് കൊടുത്തേക്കുന്നത്. ഓക്കെ, ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് ലൂപ്പിനകത്തോ എവിടെയെങ്കിലും ഒരിടത്ത് കുടുങ്ങി നിൽക്കുകയാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിപ്പം ഈ ഒരു എൽസിഫ് ലാഡറിന് ഇവിടെ നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യേണ്ട വരുന്നില്ല. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വർക്കായെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള എല്ലാം തന്നെത്താനെ സ്കിപ്പാവുമെന്ന് പറയുന്നത്. പക്ഷേ ഈ സ്വിച്ച് വരുമ്പം ഇതെല്ലാം കൂടെ കണ്ടിന്യൂസ് ആയിട്ട് വർക്കാവും. അപ്പം അങ്ങനെ വർക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക് കൊടുത്തിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് എക്സിറ്റ് ചെയ്യുന്നത്. അപ്പം സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് സ്വിച്ച് എന്ന് പറയുന്നൊരു ടാഗ്, കേസ് എന്ന് പറയുന്ന ടാഗ്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ഡേറ്റ എന്താണ് നമ്മൾ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ള കൊടുക്കുക.
അതിൻ്റെ ബ്രേക്ക് കൊടുക്കുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഡിഫോൾട്ട്. എല്ലാ സ്വിച്ചിലും ഡിഫോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊന്നിലും ബെറ്റില്ല എന്നുണ്ടെങ്കിൽ, അതായത് എൽസിഫ് ലാഡറിൽ നമ്മൾ എൽസായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അത് തന്നെയാണ് ഇവിടെ ഡിഫോൾട്ടിലും വരുന്നത്. പക്ഷേ ഡിഫോൾട്ടിൽ നമ്മൾ അത് തന്നെ സെയിം നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, എൽസിഫിൽ ലാഡറിൽ എന്താണോ വരുന്നത് എൽസിൻ്റെ ആ ഒരു പൊസിഷനിൽ, അത് തന്നെയാണ് നമ്മൾ ഡിഫോൾട്ടിലും വരിക. അതായത് ഇതൊന്നും അല്ല, മേളത്തെ ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ അതായിരിക്കും എന്നുള്ളൊരു ഇതിലോട്ട് വരികയാണ്. ഓക്കെ, അപ്പം 3 ആണെന്നുള്ള മനസ്സിലായി. എന്നിട്ട് ഡിഫോൾട്ട് ഇവിടെ വർക്കാകത്തില്ല, കാരണം നമ്മളിവിടെ ബ്രേക്ക് കോൾ ചെയ്തിട്ടുണ്ട്. ഡിഫോൾട്ടിൻ്റെ അവിടെ ബ്രേക്ക് കോൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫോൾട്ടാണ് ലാസ്റ്റത്തെ. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്നതാണ് ഡിഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പം ഡിഫോൾട്ട് വേറെ ലാസ്റ്റ് ഇരിക്കുന്ന ആൾക്ക് പിന്നെ ബ്രേക്ക് കൊടുത്ത് വെളിയെ എക്സിറ്റ് ആക്കേണ്ട കാര്യമില്ല, ഓൾറെഡി എക്സിറ്റ് ആയി കൊടുക്കുന്നു. നമ്മളതങ്ങനെ കൊടുക്കുന്നത്. അപ്പം ഇത് റൺ ചെയ്ത് നോക്കാനായിട്ട് സ്വിച്ച് ഒന്ന് കണ്ടീഷനിനകത്ത് കയറി ഈ പോർഷനിൽ കയറിയാൽ മതി. എനിവേ പേനായിരുന്നു സ്വിച്ച് ഒന്ന് കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ഇനി അത് കമ്പൈൽഡായി. എക്സി കൊടുത്തിട്ട് എന്ന് കൊടുക്കുന്നു. ഇപ്പം 10 എന്ന് ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞ ഉദാഹരണമാണ്. 10 എന്ന് കൊടുക്കുമ്പോൾ ഡിഫോൾട്ട് അവിടെ വർക്കാം. 10 1 2 3 ഇല്ല, അപ്പം ഡിഫോൾട്ടായിട്ട് അവിടെ വർക്കാം. പിന്നെ അതിലിപ്പം 2 കൊടുത്തു കഴിഞ്ഞാൽ 2, അതായത് 1 പോയി, അതല്ല 2 പോയി നോക്കിയപ്പോൾ 2 ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി അവിടെ നിന്ന് എക്സിറ്റ് ആയി. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ. ഓക്കെ, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ChatGPT അത് നോക്കുക. ജിമിനി ഉണ്ട്, ഇപ്പം എന്താ കോപ്പൈലറ്റ് ഉണ്ട്. കോപ്പൈലറ്റൊക്കെ നമുക്ക് ഇതിനകത്ത് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പം ഇവിടെ ആണെങ്കിലും കോഡ് ടൈപ്പ് ഏത് കോഡക്സ് ആണ്. ഓക്കെ, ChatGPT ഇവിടെ ഉണ്ട്, കിടപ്പുണ്ട് ഇവിടെ ChatGPT. ഇത് എന്നായിരുന്നു, ക്ലോഡ്, ഇതിനകത്തും ചെയ്യുന്നതാണ്. ഞാനിപ്പം കാണിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. പിന്നെ കമൻറ്റ് ബോക്സിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഞാൻ VS കോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പറയാമെന്ന് വെച്ചിട്ട്. അപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു വീഡിയോ ഇടാം. ഓക്കെ, പിന്നെ മറ്റേ ഈ സിയുടെ NGWൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പം ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് എല്ലാം കൂടെ. ഓക്കെ, ഇനിയും നമുക്കിതിപ്പം ഈ ഒത്തിരി കോഡിംഗ് ഒക്കെ അറിയാവുന്നവരൊക്കെ കാണിക്കുന്ന ഒരു ടൈപ്പ് സ്പ്രെഡ് ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലായ. ഇവിടെ നിർത്തി എന്നെ പിടിച്ച് താട്ടിടുക, ഇതൊന്നും എടുത്ത് കളയട്ടെ, എന്നെ പിടിച്ച് ഇവിടെ നിന്ന് എടുത്ത് താട്ടിടുക, കിടക്കും. ഒരു 10-15 ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഒരു ഗുമ്മ. പിന്നെ വേറെ ഏതാ ഉണ്ടായിരുന്നത്, ഇതിങ്ങോട്ട് ഇരുന്നാട്ടെ, കണ്ട ഒരു ഗുമ്മല്ലേ ഇത്. പിന്നെ അങ്ങ് ചെറുതാകാൻ കണ്ട ഇങ്ങനെ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഓക്കെ, ടൈപ്പിംഗ് സ്പീഡ് ഒന്ന് നോക്കുക കേട്ടോ നിങ്ങളെല്ലാവരും. ടൈപ്പിംഗ് സ്പീഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, ഈ അത്യാവശ്യം ഗെയിം കളിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കൈ വരും അവരുടെ. അല്ലാത്തവരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. ടൈപ്പ് ചെയ്ത് പഠിക്കുക. സ്വന്തമായിട്ട് സിസ്റ്റം ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്കറിയാം ബുദ്ധിമുട്ടാണത്. ഹായ് നോട്ട്. ഓക്കെ, ഓക്കെ, ഇവിടെ നമ്മൾ എയുടെ വാല്യൂവിനെ ഇഫിനകത്താണെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂവിനെ എൻ്റർ ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. A1 ആണെന്നുണ്ടെങ്കിൽ ഹായ് നടക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും നടക്കുന്നില്ല, ചുമ്മാ എക്സിറ്റ്. ഓക്കെ,
എൽസി സെക്കൻഡായിട്ട് വരുന്നത് അതിനകത്ത് 2 എണ്ണമാണ് വരുന്നത്. 2 എണ്ണത്തിനകത്തുനിന്ന് ഏതിലൊരെണ്ണം വർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യത്തെ ഇഫിനകത്ത് കൊടുത്തേക്കുന്ന ഏതാണ് വർക്ക് ആവുന്നതെന്ന് നോക്കും. അതോ ഇനി എൽസിനകത്താണ് എൽസിൻ്റെ ബ്ലോക്കിനകത്തുള്ളതാണോ വർക്ക് ചെയ്യുന്നത് നോക്കും. എന്നിട്ട് അതിനനുസരിച്ച് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അടുത്ത എൽസി പ്ലാറ്റർ. ഓക്കെ, എൽസി പ്ലാറ്റർ എന്ന് വെച്ചാൽ കുറേ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, മൾട്ടിപ്പിൾ ബ്ലോക്സ് കാണും. അപ്പം മൾട്ടിപ്പിൾ ബ്ലോക്സിനകത്ത് ഏതാണ് ശരി എന്നുള്ളത് നോക്കിയിട്ട് വരുന്നതാണ്. അപ്പം ഇത് കുറച്ച് വലുതല്ലേ, ഇതും സ്വിച്ചിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇത്രയും വലുത് തന്നെ. പക്ഷേ സ്വിച്ചിനകത്ത് ഇത് ഇവിടെ നമ്മൾ കേസ് കൊടുക്കുന്നു, കൂട്ടത്തിൽ തന്നെ നമ്മൾ കൊടുക്കുന്നു. അതായത് ഇപ്പം ഞാൻ ഇങ്ങനെ കൊടുത്താലും എററില്ല. ഒരു നിനക്ക് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഇങ്ങനെ കൊടുത്താലും അവർ എററൊന്നും കാണിക്കത്തില്ല. അപ്പം ഇത്രയും ചെറുത്, ഇപ്പം 7 എന്ന് പറയുമ്പം ഇവിടെ തൊട്ട് ചിലപ്പോൾ ഒരു ഇത്രയൊക്കെ കാണും. അപ്പം അതത്രയും റെഡ്യൂസ് ചെയ്തില്ല. പിന്നെ സിറ്റുവേഷൻ അനുസരിച്ച് മാനേജ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, പിന്നെ ഇനിയും ഉള്ളത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കഴിഞ്ഞ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ഗുഡ് ബൈ ആൻഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾക്കിതിപ്പം പാടായിരിക്കുമെന്ന് എനിക്കറിയാം, തുടക്കത്തിലേ പാടായിരിക്കുമെന്നറിയാം. അപ്പം ഇത് ഡെയിലി നോക്കേണ്ട കാര്യമില്ല. ഒരു കറക്റ്റ് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക, പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ബുക്ക് എടുക്കുക, ബുക്ക് എടുത്തിട്ട് നിങ്ങൾ വരച്ച് നോക്കുക, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള വരയ്ക്കുക. ഓക്കെ, അടുത്ത ഫോർ ലൂപ്പ് ആകുമ്പോഴത്തേക്ക് വരച്ച് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാക്കില്ല. വരച്ച് നോക്കി എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബുക്ക് എടുത്തിട്ട് ഞാൻ പുറകുവശം എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വരച്ച് നോക്കുമായിരുന്നു ഫോർ ലൂപ്പിനകത്തൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് അത്രയ്ക്ക് പഠിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ലൂപ്പ് മൊത്തം വന്ന് കഴിയുമ്പോഴത്തേക്ക് എനിക്കിത് എങ്ങനെ വർക്കാവുന്നതെന്ന് തോന്നുന്നു. കാരണം ഈ വൈലും ഡു വൈലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. വലിയ വ്യത്യാസമില്ല, പക്ഷേ നമ്മളത് എവിടെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളിപ്പം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൽ റെക്കോർഡ് ആവണേ എന്നുള്ളൊരു രീതിയിൽ ഞാൻ അവസാനിക്കുന്നു. ഓക്കെ, അപ്പം ഗുഡ് ബൈ.